നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂൺ മാസത്തെ അത്ത നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ചു നോക്കാം. അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഒരു മാസമാണ്. കാരണം ലഗ്നാൽ 10ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ലഗ്നാധിപതിയോട് ചേർന്നാണ് നിൽക്കുന്നത്. അവിടെ നിപുണായോഗം ചെയ്താണ് ലഗ്നാധിപതിയായിരിക്കുന്ന ബുധൻ സൂര്യനോട് യോഗം ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ പഞ്ചമഹാപുരുഷത്തിലെ ഭദ്രായോഗം ചെയ്ത് നിൽക്കുന്ന ബുധൻ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് സേനാനായകത്വമാണ്, നേതൃസ്ഥാനത്ത് എത്തിച്ചേരാനുള്ളൊരു യോഗമാണ്. അപ്പോൾ കർമ്മത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ അതിനോടൊപ്പം തന്നെ ബാധകാധിപതിയായിരിക്കുന്ന വ്യാഴം കർമ്മസ്ഥാനത്ത് പോയി നിൽക്കുമ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ദുരിത ഭവനാധിപത്യം വഹിച്ച് നിൽക്കുന്ന സൂര്യനാണ് കർമ്മസ്ഥാനത്ത് 10ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ സഹായസ്ഥാനാധിപതി അഷ്ടമാധിപത്യം വഹിച്ച് 12ൽ നിൽക്കുന്നത് കാരണം സഹായികളായിരിക്കുന്ന വ്യക്തികൾ അകന്നു പോകാനിടവരിക, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ അകന്നു പോകുക, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ സഹോദരനെ പോലെ കണക്കാക്കുന്ന വ്യക്തികൾ, സഹായികളായിരിക്കുന്ന വ്യക്തികൾ അകന്ന് പരസ്പരം മാറിപ്പോകാൻ ഇടവരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെലവ് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യം. 10 രൂപ ചിലവാക്കേണ്ട സ്ഥലത്ത് 20 രൂപ ചിലവാക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാതെ ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. 5ാം ഭാവാധിപതിയായിരിക്കുന്ന ശനി ശത്രു സ്ഥാനാധിപത്യം വഹിച്ചിട്ട് ബാധാസ്ഥാനത്ത് 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകുക, പുതിയ പ്രേമബന്ധങ്ങൾ പോലെ തന്നെ ഉള്ള ബന്ധങ്ങൾക്ക് നാശങ്ങളും നഷ്ടങ്ങളും വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു യോഗമുള്ള സമയമാണ്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം, നല്ല പ്രാർത്ഥന ഉണ്ടാകണം. ശത്രുസ്ഥാനത്ത് അമൃതവിഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത്. അപ്പോൾ ശത്രുസ്ഥാനാധിപതി ബാധാസ്ഥാനത്ത് നിന്നാൽ ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം അനുഭവിക്കാൻ ഇടവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശത്രുദോഷ പരിഹാരമായിട്ട് ശനിക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട്, നീരാഞ്ജനം വഴിപാട് അയ്യപ്പ ക്ഷേത്രത്തിൽ ചെയ്യണം. പ്രത്യേകിച്ചും കണ്ടകശനിയുടെ ഒരു ദോഷം കൂടി ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് കാരണം കൊണ്ട്. അപ്പോൾ എല്ലാ മാസത്തിലും നീരാഞ്ജനം വഴിപാട് ചെയ്യണം. ശത്രുദോഷ പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുകയും നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്യണം. അപ്പോൾ ഈ ശത്രുദോഷം വരികയും നിവൃത്തി സ്ഥാനത്ത് ശനി നിൽക്കുകയും ചെയ്യുന്നത് കാരണം കൊണ്ട് എല്ലാ കാര്യങ്ങളും സ്ലോ ആയിട്ടേ മുന്നോട്ട് പോകുള്ളൂ. പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത തടസ്സങ്ങളും കാലതാമസവും വരുമ്പോൾ അത് അഭിവൃദ്ധിക്ക് തടസ്സമായി വരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് നന്നാകും. കാരണം അഷ്ടമത്തിൽ പോയിട്ടാണ് കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ദാമ്പത്യ സുഖം പോലെയുള്ള കാര്യങ്ങൾക്ക് കുറവുണ്ടാകുക, ഭൗതികമായിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഭൗതിക സുഖങ്ങളൊക്കെ തടസ്സപ്പെടുക, കൂടാതെ ലഹരി പോലെയുള്ള കാര്യങ്ങളോട് താല്പര്യം വർദ്ധിക്കുക, ലീഗലായിട്ടല്ല ഇല്ലീഗലായിട്ടുള്ള സുഖങ്ങളുടെ പിറകെ പോകുന്ന ഒരവസ്ഥയും മാനസികമായിട്ട് അങ്ങനെയുള്ള കാര്യത്തിൽ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യാൻ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം. ദാമ്പത്യ സംബന്ധമായിട്ടൊരു സന്യാസയോഗത്തിൻ്റെതായിരിക്കുന്ന അവസ്ഥാ കാര്യങ്ങളുള്ളത് കാരണം കൊണ്ട് ശിവക്ഷേത്രത്തിൽ ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുക, ഉമാമഹേശ്വരി പൂജ ചെയ്യുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അനുകൂലമായ നല്ല ഗുണം അനുഭവിക്കാൻ ഈ മാസം സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.